അരുവിത്തറ സെൻറ്റ് ജോർജ് ഫെറനോ ദേവാലയത്തിലെ വികാരിയച്ഛനായ ഫാദർ മാത്യു ചന്ദ്രൻകുന്നലച്ചൻ ഇപ്പോൾ നമ്മോട് കൂടെ ചേരുകയാണ്. അച്ഛാ, സ്വാഗതം. ക്ഷമിച്ചുതരട്ടെ. ഈ ഒരു നാട്ടിൽ, പ്രത്യേകിച്ച് ഈരാറ്റുപേട്ടയിൽ അരുവിത്തറ എന്ന് പറയുന്ന വളരെ ചരിത്ര പ്രാധാന്യമുള്ള, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വിശ്വാസി സമൂഹമാണ് ഇവിടെയുള്ളത്. ഒപ്പം ഇവിടുത്തെ അത്ഭുത സ്ഥിതിയുള്ള വല്യച്ഛൻ വിശുദ്ധ ഗീവർഗീസ് സഹോദര രൂപവും ഏറെ പ്രാധാന്യം അറിയിക്കുകയാണ്. അപ്പോൾ ഈ ഒരു നോമ്പ് കാലഘട്ടത്തിൽ ഈ കുരിശുമലകളെക്കുറിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ചില പ്രധാനമായി പറയാനുള്ളത് എന്താണ്? കേരള സഭയിലെ തന്നെ ഏറ്റവും പുരാതന പ്രസിദ്ധവും തീർത്ഥാടക പ്രധാനവുമായ ഒരു പള്ളിയാണ് അരുവിത്ര പള്ളി. ഈ പള്ളി പൊതുവെ അറിയപ്പെടുന്നത് അരുവിത്ര വല്യച്ഛൻ്റെ പള്ളി എന്ന പേരിലാണ്. സെൻറ്റ് ജോർജ് എന്നൊക്കെ സാങ്കേതികമായി മേൽവിലാസത്തിൽ പറയുമെങ്കിലും ഭക്തരെല്ലാം അരുവിത്ര വല്യച്ഛൻ്റെ പള്ളി എന്നാണ് പറയുന്നത്. രൂപതയുടെ രേഖകളിൽ AD 151 സ്ഥാപിതമായ പള്ളിയാണിത്. ഇവിടെ വിശ്വാസികളെല്ലാവരും പറയുന്ന കാര്യം 7 പള്ളികളിലെ അരപ്പള്ളി അരുവിത്ര വല്യച്ഛൻ്റെ പള്ളിയാകുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 600ഓളം വർഷം പഴക്കമുള്ള ഒറ്റത്തടിയിൽ തീർത്ത വിശുദ്ധൻ്റെ തിരുസ്വരൂപമാണ് ഇവിടെ പ്രതിഷ്ഠയായിട്ടുള്ളത്. ആ തിരുസ്വരൂപമാകട്ടെ നിലയ്ക്കൽ നിന്ന് വിശ്വാസികൾ ഇവിടേക്ക് കുടിയേറി പാർത്തപ്പോൾ അവരുടെ കൂടെ കൊണ്ടുവന്ന സ്വരൂപമാണെന്നാണ് പറയുന്നത്. ഈ വല്യച്ഛൻ്റെ വലിയ മധ്യസ്ഥ ശക്തി മൂലം സമാന സ്വഭാവമുള്ള തിരുസ്വരൂപങ്ങൾ നിർമ്മിക്കാൻ ശ്രമിച്ചിട്ട് ഒരു കലാകാരനും അത് സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതുതന്നെ ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥ ശക്തിയുടെ പറയപ്പെടുന്ന പ്രത്യേകതയായി കരുതപ്പെടുന്നു. ഇവിടെ വെള്ളിയാഴ്ചകളിൽ മാത്രമല്ല, എല്ലാ ദിവസവും വല്യച്ഛൻ്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥനയ്ക്ക് വലിയ കൂട്ടമായിട്ട് ആൾക്കാരെത്തുന്നുണ്ട്. അത് കത്തോലിക്കർ മാത്രമല്ല, എല്ലാ വിശ്വാസത്തിൽ പെട്ടവരുമുണ്ട്. വിശ്വാസത്തിൽ പെടാത്ത ആൾക്കാരും വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം തേടിയെത്തുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആദ്യ വെള്ളിയാഴ്ചയാണ് ഏറ്റവും വലിയ ഭക്തി. അതിന് പുറമെ നോമ്പിലെ 50 ദിവസവും ഇവിടെ നിന്ന് വലിയച്ഛൻ മലയിലേക്ക് ജപമാല പ്രദക്ഷിണമുണ്ട്. മലയടിവാരത്തിൽ നിന്ന് കുരിശിൻ്റെ വഴി എത്തിച്ചാണ് മലമുകളിലെത്തുന്നത്. മലമുകളിലെത്തുമ്പോൾ ദേവാലയം ചെറുതാണെങ്കിലും അവിടെ ഏതാണ്ട് 108ഓളം അടി ഉയരമുള്ള ബൃഹത്തായ ഒരു കുരിശുണ്ട്. അത് ഈരാറ്റുപേട്ട പ്രദേശത്ത് എവിടെ നിന്നാലും കാണാവുന്ന രീതിയിലാണ് സ്ഥാപിതമായിട്ടുള്ളത്. വലിയ ഭക്തജന പ്രവാഹമാണ് നോമ്പുകാലത്തുള്ളത്. വൈകുന്നേരം അവിടെ കുരിശിൻ്റെ വഴിക്ക് ശേഷം പരിശുദ്ധ കുർബാനയുമുണ്ട്. ഇത് ജനങ്ങളെ വലിയ തോതിൽ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുന്നതിന് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. വിശ്വാസം കുറയുന്നു, പല കാരണങ്ങളുടെ പേരിൽ ദൈവത്തിൽ നിന്ന്, സഭയിൽ നിന്നൊക്കെ ആളുകൾ അകലുന്നു എന്ന് പറയുന്നവർക്ക് ഉത്തരമാണ് ഇവിടുത്തെ തീർത്ഥാടകരുടെ സാന്നിധ്യം എന്നുള്ളതാണ് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം.